പൊന്നാര മക്കളെ പോത്തിനോട് വയല് ഓതിയിട്ട് കാര്യമില്ല. ഒരു വ്യത്യസ്തമായ കമൻറ്റ്. സാബിത്താത്താൻ അറിയാത്ത ആൾക്കാരില്ല. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനും സാബിത്താത്തനെ റിയാക്ട് ചെയ്ത് 1-2 വീഡിയോകൾ ഇട്ടിരുന്നു. തിരിച്ചും സാബിത്താത്ത എൻ്റെ ഫോട്ടോകൾ വെച്ച് എന്നെയും റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വിട്ട വീഡിയോകൾക്ക് അടിയിൽ ഇതേമാതിരി സമാന്തരമായി ഒരുപാട് ആൾക്കാർ കമൻറ്റ് കിട്ടിയിനി. എല്ലാവരും അമ്മക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റാണ് വിടുന്നത്. എല്ലാവരും സാബിത്താത്തക്ക് എതിരെയാണ് കമൻറ്റ് വിടുന്നത്. സാബിത്താത്ത ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടു, വേറൊരാളുടെ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ വെറുതെ കമൻറ്റ് ബോക്സിൽ കയറി നോക്കിയതാണ്. പോത്തിനോട് വയത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എഴുതി വിടുന്നത്? സാബിത്താത്ത മറ്റുള്ളവരുടെ കമൻറ്റുകൾ ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാബിത്താത്തൻ്റെ പറ്റിയുള്ള വീഡിയോകൾക്ക് അടിയിൽ വരുന്ന കമൻറ്റുകൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നത്? ഇതിൽ നിന്ന് വല്ലതും മനസ്സിലാക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ സാബിത്താത്ത നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ട നല്ല കമൻറ്റുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കണം. ഇതൊന്നും വില വെക്കാതെ ഇത്തരത്തിലുള്ള ഇങ്ങനെ ബെറുബെറ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എഴുതി വിടും. എന്തുകൊണ്ട് എല്ലാവരും ഒഴിവാക്കി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തോതിലൊക്കെ കമൻറ്റുകൾ വിടുന്നു എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വെറുപ്പിക്കലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാനായാലും നിങ്ങളായാലും നമ്മൾ വിടുന്ന വീഡിയോകൾക്കിടയിൽ മോശമായ കമൻറ്റുകൾ തുടരെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വല്ലതും മനസ്സിലാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കമൻറ്റുകൾ നമ്മൾ അതിൽ മാറ്റം കൊണ്ടുവരണം. എന്നാലല്ലേ ആളുകൾക്ക് നമ്മൾ വീണ്ടും വിടുന്ന വീഡിയോസുകൾക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ, ആൾക്കാരെ നമ്മളെ സ്നേഹിക്കലുള്ളൂ, ഒരുപാട് സപ്പോർട്ട് കിട്ടുകയല്ലേ ചെയ്യുള്ളൂ. ഇത് നമ്മൾ കോമാളികൾ കളിച്ച് മൊയന്തന്മാരായി നടക്കുന്നതനുസരിച്ച് ആൾക്കാർ നമുക്കെതിരെ മോശമായ കമൻറ്റുകളാണ് വിടുന്നത്. അപ്പോൾ ഒരുപാട് മോശമായ കമൻറ്റുകൾ തുടരെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ എന്നതാണ് അർത്ഥം. ഇത് ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നും അത് വിഷയമല്ല. അങ്ങോട്ട് ചിലക്കാൻ എല്ലാവർക്കും കഴിയും, എനിക്കും കഴിയും, നിങ്ങൾക്കും കഴിയും. ഇപ്പം ഞാൻ ഒരാളെ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ തിരിച്ച് അവരും നമ്മളെ പറ്റി റിയാക്ട് ചെയ്യും. അതിന് ഒരുങ്ങിയിട്ടാണ് നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കടിയിൽ മോശമായ കമൻറ്റുകൾ തുടരെ കൂടി വരികയാണ്. അപ്പോൾ സാബിത്താത്ത മറ്റുള്ളവരുടെ ഇതുപോലത്തെ റിയാക്ട് ചെയ്യുന്ന വീഡിയോകൾക്കിടയിൽ വരുന്ന കമൻറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അറിയിക്കാൻ. നമുക്ക് ആരോട് വെറുപ്പോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സാബിത്താത്താനെ പറ്റി ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. തിരിച്ചും സാബിത്താത്ത എൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോ തിരിച്ചും അതേ സെയിമിൽ എനിക്ക് തിരിച്ചും മറുപടിയുമായി റിയാക്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ വീണ്ടും മോശമായ രീതികൾ ഒരുപാട് ബാഡ് കമൻറ്റുകളാണ് സാബിത്താത്തക്കെതിരെ ആൾക്കാർ തുടരെ എഴുതി വിടുന്നത്. അതൊന്ന് സാബിത്താത്ത ഒന്ന് ചെക്ക് ചെയ്യണം, മനസ്സിലാക്കണം. അതിൽ നിന്ന് ജീവിതത്തിൽ വല്ലതും നന്നാക്കി എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മനസ്സോടെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരാളെ ഉപദേശിക്കാൻ ആരും അർഹനല്ല. ഞാൻ അർഹനല്ല, നിങ്ങളും അർഹനല്ല. ആളുകൾ നമുക്ക് തരുന്ന മെസ്സേജിൽ നിന്ന് നമുക്ക് വല്ല മാറ്റങ്ങളും ഉൾക്കൊള്ളാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളും. ഇത്രേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും സ്നേഹം മാത്രം.